ഓക്കെ, അപ്പൊ കുട്ടികളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വന്നതെന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ, അല്ല എന്തൊക്കെയാണ് അല്ല ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് ഈ പതിവ് കണക്കെന്ന് പറയുന്നത്? പതിവ് കണക്ക് എന്തുവാ ഈ പതിവ് കണക്കെന്ന് വെച്ചാൽ എന്താണ്? പതിവ് കണക്കെന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? ചോദിച്ചിട്ടുണ്ടത്. അത് തിരുവിതാംകൂറിന്റെ ബജറ്റാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ബജറ്റാണ് ഈ പറയുന്ന പതിവ് കണക്കെന്ന് പറയുന്നത്. അവരുടെ ബജറ്റാണ് ഈ പതിവ് കണക്കെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത, സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. അതാ ഈ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടില്ലേ? ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്നല്ലേ, കള്ളത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിരുന്നല്ലേ. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കള്ളത്തരം കണ്ടുപിടിക്കുന്ന രീതിയായിരുന്നു. അതായത് ഈ കുറ്റവാളിയായിട്ട് പറയുന്ന ആളുടെ കൈ എന്ത് ചെയ്യും? ഓയിലിൽ മുക്കും. ഓയിലിൽ മുക്കുന്ന സമയത്ത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ? പൊള്ളിയിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൊള്ളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ? കുറ്റകൃത്യം ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു പ്രാകൃതമായ പരിപാടിയായിരുന്നു. ഇത് ആരാ കൊണ്ടുവന്നതെന്നറിയാമോ? ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത് ആരാ? നിർത്തലാക്കിയത് ഇദ്ദേഹമാണെങ്കിൽ, സ്വാതി തിരുനാളാണ് നിർത്തലാക്കിയതെങ്കിൽ ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത് ആരാ? ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? മാർത്താണ്ഡവർമ്മയാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ത് ചെയ്തത്? കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത്. ഇനി തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് നമ്മുടെ സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്നാൽ ആരുടെ കാലത്താണ് അടിമത്തം നിർത്തലാക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലത്താണ്. കുട്ടികളെ, അത് ഏത് വർഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ 1812 തിരുവിതാംകൂറിൽ അടിമത്തം എന്ത് ചെയ്തത്? നിർത്തലാക്കിയത് 1812. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി എഴുതിയവർക്ക് 1 മാർക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് തമ്പട്ടെ എല്ലാവരും. അറ്റൻഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പിടണേ. ഉത്തരം കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തേ. സി ആണോ? എല്ലാവർക്കും സി ആണോ? ബാക്കിയുള്ളവർ കിട്ടിയവർ ഉത്തരം കമന്റ് ചെയ്തേ. ഡി കമന്റ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് കമന്റ് ചെയ്യുക. ശരി, ബി അറിയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അറിയില്ലെങ്കിൽ മൊത്തത്തിൽ അറിയില്ല. ഇത്രയേ ഉള്ളൂ. ഈ വെസ്റ്റേലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമവാദങ്ങൾ, അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെസ്റ്റേലീസ് ആർ മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് വെസ്റ്റേലീസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബ്ലോസ് ത്രൂ ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷ്യൻസ്. അതായത് മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ ഈ പശ്ചിമവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാത്മകവും ആണെന്ന്, അതായത് കൂടുതൽ ശക്തിയായിട്ടത് കാറ്റ് വീശുന്നു എന്നുള്ള കാര്യം. പ്രസ്താവന ബി പറയുന്നു ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രോപരിതലത്തിലൂടെ ചരിക്കുന്നു എന്ന് വെച്ചാൽ അത് ആ ഒരു ട്രാൻസ്ലേഷൻ വന്ന മിസ്റ്റേക്കാണ്. അതായത് ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഈ ദക്ഷിണാർദ്ധഗോളത്തില് ഈ പറയുന്ന പശ്ചിമവാദങ്ങൾക്ക് സമുദ്രത്തിന്റെ മുകളിൽ, സമുദ്രപ്രതലത്തിന്റെ മുകളിലൂടെ കുറഞ്ഞ ഫ്രിക്ഷനിലൂടെ ചലിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും അതുപോലെ തന്നെ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണോ? നമ്മുടെ ഈ പറയുന്ന കരഭാഗം കൂടുതൽ ഉത്തരാർദ്ധഗോളത്തിലാണോ ദക്ഷിണാർദ്ധഗോളത്തിലാണോ കരഭാഗം കൂടുതൽ? കരഭാഗം കൂടുതൽ എവിടെയാണ് കുട്ടികളെ? കരഭാഗം, അതായത് സമുദ്രഭാഗത്തെ അപേക്ഷിച്ച് കരഭാഗം കൂടുതൽ വരുന്നത് ഏതിലാ വരുന്നത്? അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ സമുദ്രഭാഗമാണ് കൂടുതൽ. സോ അതിന്റെ അർത്ഥം അവിടെ എന്ത് കുറയും? ഫ്രിക്ഷൻ കുറയും അല്ലേ? അതിന്റെ അർത്ഥം അവിടെ ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പശ്ചിമവാദങ്ങൾക്ക് അവിടെ ശക്തി കൂടുതലാണ്, അഗ്രസീവുമാണ്. അപ്പൊ ഇത് ശരിയല്ലേടാ? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അതായത് പ്രസ്താവന എയും ശരിയാണ്, പ്രസ്താവന
എയുടെ വിശദീകരണം തന്നെയാണ് പ്രസ്താവന ബി. അപ്പൊ ഇവിടെ ആൻസർ ചെയ്തു ഓപ്ഷൻ ഡി ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു. മനസ്സിലായ? ഓക്കെ. അപ്പൊ നിങ്ങളിവിടെ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ദക്ഷിണാർദ്ധ ഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും കൂടുതൽ അഗ്രസീവുമാണ്. അതിനുള്ള കാരണം ദക്ഷിണാർദ്ധ ഗോളത്തിൽ സമുദ്രഭാഗം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ, കുറഞ്ഞ ഫ്രിക്ഷനിൽ ആർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു കുട്ടികളെ? ഈ പറയുന്ന ഈ പശ്ചിമവാദങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ഒരു മാർക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടും ശരിയാക്കിയ ആരെങ്കിലും ഉണ്ടോ? രണ്ട് ക്വസ്റ്റ്യൻ ശരിയാക്കിയ ആരെങ്കിലും ഉണ്ടോ? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ 10th ലെവലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി 10th ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പിടണേ. നിങ്ങൾ ചെയ്തിട്ട് തമ്പിട്ടാ മതി കേട്ടോ. ശരി, ഉത്തരം കിട്ടിയിടുന്ന കമന്റ് ചെയ്തേ. Read the following statements regarding National Food Security Bill. The aim of the bill is to provide subsidized food to the poor people of the country. അതായത് ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് അല്ലെങ്കിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ഏത് വർഷമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത്? ഏത് വർഷമാണ് കുട്ടികളെ? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നത് 2013. ആ ഒരു ആക്ടിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെ കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? പാവപ്പെട്ടവർക്ക് പല രീതിയിൽ സബ്സിഡികൾ നൽകണം എന്നൊരു ലക്ഷ്യം ഈ ബില്ലിനുണ്ട്. ശരിയാണ്. ഓക്കെ. ദിസ് ബിൽ വാസ് ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ രാജസ്ഥാൻ. അതായത് ഈ പറയുന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണെന്നാണ്. എത്ര പേർക്ക് അറിയാതെ? രാജസ്ഥാനിലാണോ അല്ലേ ഭക്ഷ്യസുരക്ഷാ ബില്ല്? ഭക്ഷ്യസുരക്ഷാ ബില്ല് ആദ്യമേ നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണോ? യെസ്, രാജസ്ഥാനിലാണ് നടപ്പിലാക്കിയത്. അന്ത്യോദയ അന്ന യോജന ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ബില്ല്. ഓക്കെ. അന്ത്യോദയ അന്ന യോജന, ഇത് പലർക്കും ഡൗട്ട് വന്നതാണ്. അന്ത്യോദയ അന്ന യോജന അത് 2000-ലല്ലേ? അന്ത്യോദയ അന്ന യോജന എപ്പോഴാ വന്നത്? നമുക്ക് ഇപ്പോഴും റീസെന്റ് ആയിട്ട് പരീക്ഷ ചോദിച്ചാണ്. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത് 2000 ഡിസംബർ 25 അല്ലേ? 2000 ഡിസംബർ 25 ആണ്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഡൗട്ട് വന്നു. 2000 ഡിസംബർ 25 അന്ത്യോദയ അന്ന യോജന വന്നത്. എന്നാൽ ഈ പറയുന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 എന്ന് പറയുന്നുണ്ട്. മനസ്സിലായ? ഓക്കെ. അപ്പം പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ജോയിന്റ്ലി ഓപ്പറേറ്റഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പൊതുവിതരണം എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പൊതുവിതരണ സംവിധാനം നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വരുന്നു എന്നാണ്. ഓക്കെ, അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 1, 2, 3, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 2013 ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇത് മറക്കണ്ട, അന്ത്യോദയ അന്ന യോജന മറക്കണ്ട. അന്ത്യോദയ അന്ന യോജന 2000 ഡിസംബർ 25 ഓക്കെ. ഈ ദരിദ്രർക്കാണോ അന്ത്യോദയ അന്ന യോജന, അതോ ദരിദ്രരിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണോ? എ ആണോ ബി ആണോ? ഞാൻ പറഞ്ഞാൽ ഏതാ വരുന്നേ? ദരിദ്രർക്കാണോ അന്ത്യോദയ അന്ന യോജന, അതായത് ദരിദ്ര വിഭാഗത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണോ? നമുക്ക് ചോദിച്ചു പരീക്ഷയ്ക്ക്. ദരിദ്ര വിഭാഗത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ 2000 ഡിസംബർ 25 ആരായിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ? 2000 ഡിസംബർ 25 ആ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ കുട്ടികളെ? അദ്ദേഹം നമ്മളെ എ ബി വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയിയുടെ എ ബി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജന ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇതാരുടെ കാലഘട്ടത്തിലാണ് കുട്ടികളെ? ഈ പറഞ്ഞ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് ആരുടെ കാലഘട്ടത്തിലാണ്?
പിള്ളേരെ അത് നമുക്കറിയാം. 2013 ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ? 2013 പ്രൈം മിനിസ്റ്റർ ആരാ കുട്ടികളെ? അത് മൻമോഹൻ സിംഗ് ആണ് അല്ലെ? മൻമോഹൻ സിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ അല്ലെ? മൻമോഹൻ സിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അത് മാത്രമല്ല ഈ ഡിസംബർ 25 ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? ഡിസംബർ 25 പ്രത്യേകത ആർക്കെങ്കിലും പറയാവോ? ഡിസംബർ 25 പ്രത്യേകത ആർക്കെങ്കിലും പറയാവോ കുട്ടികളെ? എ ബി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണല്ലേ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഡിസംബർ 20. ക്രിസ്മസ് എടാ പോടാ. എ ബി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസംബർ 25 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു പ്രത്യേക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ദിനമായിട്ട് അതാർക്ക് പറയാം? കർഷക ദിനം ഡിസംബർ 23. ഞാൻ നിന്നെയൊക്കെ ഓടിച്ചിട്ട് ഇങ്ങോട്ടോ ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാതിരിക്കണത് പറയണം. ശ്രദ്ധിച്ച് ഉത്തരം പറയണ്ട. സോറി, ഇറ്റ്സ് ഓക്കെ. സോറി പറഞ്ഞ പ്രശ്നം തീർന്നു. പിള്ളേരെ, ഗുഡ് ഗവേണൻസ് ഡേ എന്ന് പറയും. ഗുഡ് ഗവേണൻസ് ഡേ, സദ്ഭരണ ദിനം എന്ന് പറയും കേട്ടോ. സദ്ഭരണ ദിനം ഏതാണ്? അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് ഡേ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഡിസംബർ 25 സദ്ഭരണ ദിനം അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് ഡേ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഡിസംബർ 25 സദ്ഭരണ ദിനം അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് ഡേ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ, ഇത് അറിയാന്നുള്ളതൊക്കെ പറ, ഇങ്ങനെ വെറുതെ ഇരിക്കാതാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. Among the factors of production, the passive ones include. അതായത് ഉൽപാദക ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതെന്നാണ്. ഉൽപാദക ഘടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞ ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപാദക ഘടകങ്ങളും അതിന്റെ പ്രതിഫലവും നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഭൂമി ഒരു ഉൽപാദക ഘടകമാണ്. തൊഴില് ഒരു ഉൽപാദക ഘടകമാണ്. അതുപോലെ മൂലധനം ഒരു ഉൽപാദക ഘടകമാണ്. സംഘാടനം ഒരു ഉൽപാദക ഘടകമാണ്. ഈ ഉൽപാദക ഘടകങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭൂമി, ലാൻഡ്, അതുപോലെ തന്നെ തൊഴിലെന്ന് പറഞ്ഞാൽ ലേബർ, മൂലധനം ക്യാപിറ്റല്, സംഘാടനം എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? ഓർഗനൈസേഷൻ. ഇതെല്ലാം എന്താണ് കുട്ടികൾ? ഇതെല്ലാം ഉൽപാദക ഘടകങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രതിഫലവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഭൂമിയുടെ പ്രതിഫലം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഭൂമിയുടെ റെന്റ് ആണല്ലോ ഇവിടെ. റെന്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പാട്ടമെന്നോ അല്ലെങ്കിൽ വാടക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഭൂമി എന്ന റെന്റ്, പാട്ടം, വാടക, ഇതാണ് അതിന്റെ പ്രതിഫലം. തൊഴിലിനുള്ള പ്രതിഫലത്തെ നമ്മൾ എന്തെന്ന് പറയും കുട്ടികളെ? വേജസ് എന്ന് പറയും അല്ലെ? വേജസ് എന്നോ അല്ലെങ്കിൽ കൂലി എന്നോ അല്ലെങ്കിൽ ശമ്പളം എന്നൊക്കെ നമ്മൾ അതിനെ പറയും. ഏതിന്റെ പ്രതിഫലം? തൊഴിലിന്റെ പ്രതിഫലം. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ മൂലധനത്തിന്റെ പ്രതിഫലമാണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. അതാണ് പലർക്കും തെറ്റുന്നത്. പ്രോഫിറ്റ് പറയരുത് കുട്ടികളെ. ഇത് എന്താണ്? ഇൻട്രസ്റ്റ് ആണല്ലേ? ഇൻട്രസ്റ്റ് മൂലധനത്തിന്റെ പ്രതിഫലം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയാണ്. ഓക്കെ, മൂലധനത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയാണ്. സംഘാടനത്തിന്റെ പ്രതിഫലമാണ് ഏതെന്ന് പറയുന്നത് കുട്ടികളെ? ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘാടനത്തിന്റെ പ്രതിഫലമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഉൽപാദക ഘടകങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഉൽപാദക ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൂലധനമാണല്ലേ? മൂലധനം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മൂലധനം ഉണ്ടെങ്കിലേ നമുക്ക് ഭൂമി, തൊഴില്, സംഘാടനം എന്നീ കാര്യങ്ങളെ സ്വാധീനിക്കുന്നത് മൂലധനമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂലധനം അല്ലേ? നമുക്ക് ഭൂമിയും തൊഴിലും സംഘാടനം ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഉൽപാദക ഘടകം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മൂലധനമാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും വരുന്നുണ്ട്. ഇവിടെ ഈ ചോദ്യം ഇങ്ങനെയാണ് കുട്ടികളെ: ഉൽപാദക ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതെന്നാണ്. അതായത് അതുകൊണ്ട് മാത്രം നമുക്ക് ഉപയോഗമൊന്നുമില്ല എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ? നിഷ്ക്രിയമായത്. നമുക്കിപ്പം പിള്ളേരെ അത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ, നമുക്ക് സ്ഥലവും മൂലധനവും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താവുന്നില്ല, അതുകൊണ്ട് ഗുണമൊന്നുമില്ല അല്ലേ കുട്ടികളെ? ലാൻഡും ക്യാപിറ്റലും ആണ്. സത്യം പറഞ്ഞാൽ ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി നമ്മളിത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ NCERT-ലൊക്കെ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഉൽപാദക ഘടകങ്ങളും അവയുടെ പ്രതിഫലവും പിന്നെ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും കേട്ടോ. റെക്കോർഡ് ഞാൻ എടുത്തിട്ടില്ല, നോക്കാം ചിലപ്പം.
അപ്പൊ യൂട്യൂബിലിടും. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ചേട്ടൻ തമ്പിട്ടാ മതി, ഉത്തരം കമന്റ് ചെയ്യണ്ട. ഉത്തരം കമന്റ് ചെയ്തേ എല്ലാവരും. അറിയില്ലെങ്കിൽ അറിയില്ല. ഓക്കെ, which among the following measures will reduce the supply of money in the economy? എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത് ഏത് എന്നതാണ് ചോദ്യം. മനസ്സിലായോ? പ്ലസ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI, സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓഫ് RBI, ബോറോയിങ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം RBI, നൺ ഓഫ് ദി എബോ എന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് കുട്ടികളെ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ അതായത് നമ്മുടെ ഈ പണനയം പഠിക്കുമ്പോൾ, അതായത് പണനയമല്ലെങ്കിൽ മോണിറ്ററി പോളിസി പഠിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ചോദിക്കട്ടെ, പണനയം മുന്നോട്ട് വെക്കുന്ന റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ശരിയാണോ? റിസർവ് ബാങ്ക് ആണോ പണനയം മുന്നോട്ട് വെക്കുന്നത്? പണനയം മുന്നോട്ട് വെക്കുന്ന റിസർവ് ബാങ്ക് ആണ്, അത് ശരിയാണ്. പണനയം മുന്നോട്ട് വെക്കുന്ന റിസർവ് ബാങ്ക് ആണ്, RBI ആണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? ഈ പണനയം മുന്നോട്ട് വെക്കുന്ന റിസർവ് ബാങ്ക് അതിലൂടെ നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും, അല്ലെ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ കുട്ടികളെ, ഇവിടെ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അല്ലേ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ റിസർവ് ബാങ്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ റിസർവ് ബാങ്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ പണപ്പെരുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണപ്പെരുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കൂടുതലാണ്. കൂടുതലെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ വിതരണം കുറയ്ക്കണം. അപ്പൊ ആ സമയത്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും കുട്ടികളെ? ഈ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ വിൽക്കും. എന്ത് ചെയ്യും കുട്ടികളെ? വിൽക്കും. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ വിതരണം കുറയുന്നേ? എങ്ങനെയാ കുട്ടികളെ? കുട്ടികളെ, റിസർവ് ബാങ്ക് വിൽക്കുന്ന ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആര് വാങ്ങണം കുട്ടികളെ? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വാങ്ങണം. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇത് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും കുട്ടികളെ? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വായ്പാ ശേഷി എന്ത് ചെയ്യും കുട്ടികളെ? കുറയും. മനസ്സിലായ? വായ്പാ ശേഷി കുറയും. അങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിലുള്ള പണത്തിന്റെ വിതരണം റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നത് കുട്ടികളെ? കുറയ്ക്കുന്നത്. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഫുള്ള് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഈ ഒരു പോർഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി പണച്ചുരുക്കമുള്ളപ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും കുട്ടികളെ? പണച്ചുരുക്കമുള്ളപ്പോൾ റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? വാങ്ങും, അല്ലെ? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങും. പണച്ചുരുക്കമുള്ളപ്പോൾ റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങും. വാങ്ങുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്ക് പൈസ വരികയും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വായ്പാ ശേഷി എന്ത് ചെയ്യും കുട്ടികളെ? കൂടുകയും ചെയ്യും. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. അല്ലെങ്കിൽ പണത്തിന്റെ സപ്ലൈ കൂടുകയും ചെയ്യും. ഓക്കെ അല്ലേ കുട്ടികളെ? അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്.
അതായത് പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യണം? വിൽക്കണം അല്ലേ? വിൽക്കണം. വിൽക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അത് വാങ്ങും. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വാങ്ങും. അവരുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വായ്പാ ശേഷി എന്ത് ചെയ്യും കുട്ടികളെ? വായ്പാ ശേഷി കുറയും. ആ രൂപേണ എന്ത് ചെയ്യും കുട്ടികളെ? ഇവരുടെ നമ്മുടെ ഈ വായ്പാ ശേഷി കുറയുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ വിതരണം എന്ത് ചെയ്യും കുട്ടികളെ? കുറയും. ഓക്കെ അല്ലേ? ഞാൻ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒന്നുകൂടെ പറയണോ? വേണോ? ഓക്കെ, ഒന്നുകൂടെ പറയണം. 10th ലെവൽ എക്സാംസ് മുതൽ മുകളിലോട്ട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ ഡിഗ്രി ലെവൽ ടോപ്പിക് ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. 10th ലെവൽ എക്സാംസ് തൊട്ട് മുകളിലോട്ട് പഠിക്കാനുണ്ട് ഈ സാധനം. പണനയം മുന്നോട്ട് വെക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. പണനയം മുന്നോട്ട് വെക്കുന്നത് റിസർവ് ബാങ്കിന്റെ പണനയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയുന്നത് കുട്ടികളെ ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ റിസർവ് ബാങ്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അതില് പണപ്പെരുപ്പത്തെ കുറിച്ച് സംസാരിച്ചു. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ വിതരണം കൂടുതലാണ്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ വിതരണം കൂടുതലാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എവിടെ വിൽക്കും കുട്ടികളെ? ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കും. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ പൈസ മുടക്കി അത് വാങ്ങണം. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അത് വാങ്ങുന്നു. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അത് വാങ്ങുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയും. ലോണുകളും മറ്റും കുറയും. അത് കുറയുന്നത് മൂലം സമ്പദ് വ്യവസ്ഥയിൽ അധിക പണ സപ്ലൈ എന്ത് ചെയ്യും കുട്ടികളെ? കുറയും. ഇനി പണ ചുരുക്ക സമയത്താണെങ്കിൽ റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങും. കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്ക് പൈസ വരും. അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വായ്പാ ശേഷി എന്ത് ചെയ്യും കുട്ടികളെ? കൂടും. അങ്ങനെയാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ റിസർവ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ ആന തലയൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. അതെ, ചെയ്യൂ കുട്ടികളെ. അമെൻമെന്റ് ഓൺ സിറ്റിസൺഷിപ്പ്, അക്വിസേഷൻ ആൻഡ് ടെർമിനേഷൻ റിക്വയർസ്. അതായത് പൗരത്വം, ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അറിയോ? ഞാനത് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനമാണ് ഈ പൗരത്വത്തിന്റെ കാര്യം. നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുട്ടികളെ. എന്താണ് വേണ്ടത്? എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ് വേണ്ടത് അല്ലേ? സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ് വേണ്ടത്. അതായത് പൗരത്വം, ഏറ്റെടുക്കല്, അവസാനിപ്പിക്കൽ എന്നീ കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ് വേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒന്നിന്റെ ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ്. പിള്ളേരെ, നമുക്ക് മൗലിക അവകാശങ്ങളെ നമുക്ക് ഭേദഗതി ചെയ്യാൻ കഴിയുമോ? കഴിയൂലേ? എടാ, മൗലിക അവകാശം ഭേദഗതി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സ്വത്തവകാശത്തെ മാറ്റിയത്. ആരുടെ അത്? മൗലിക അവകാശത്തെ നമുക്ക് ഭേദഗതി ചെയ്യാൻ കഴിയും. പക്ഷേ പാർലമെന്റിന്റെ ഏത് ഭൂരിപക്ഷം വേണം? കുട്ടികളെ? പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം. മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി. അതായത് 2/3 അംഗങ്ങളുടെ സ്പെഷ്യൽ മെജോറിറ്റി. ഞാൻ ചോദിക്കട്ടെ, DPSP അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ഭേദഗതി ചെയ്യാൻ കഴിയുമോ? DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ഭേദഗതി ചെയ്യാൻ കഴിയും.
അതിന് ഏത് വേണം കുട്ടികളെ? അതിന് ഏത് വേണം? അതിനേതാ വേണ്ടത്? അതിനും ഈ പറഞ്ഞ സ്പെഷ്യൽ മെജോറിറ്റി തന്നെയാണ് വേണ്ടത്. 2/3 സ്പെഷ്യൽ മെജോറിറ്റി തന്നെയാണ് വേണ്ടത്. 2/3 സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയുക. ആർട്ടിക്കിൾ 368 എന്താണ്? ആർട്ടിക്കിൾ 368 എന്താണ് കുട്ടികളെ? പറഞ്ഞേ, ആർട്ടിക്കിൾ 368 എന്താണ്? ആർട്ടിക്കിൾ 368 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയല്ലേ? ഭരണഘടനാ ഭേദഗതിയാണ് ആർട്ടിക്കിൾ 368 അല്ലേ? ആ ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യാൻ കഴിയുമോ? ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യാൻ കഴിയുമോ? ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യാൻ കഴിയും. ഏത് മെജോറിറ്റി ആവശ്യമാണ്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ കുറിച്ച് പറയുന്ന 368 ഭേദഗതി ചെയ്യണമെങ്കിൽ ഏത് മെജോറിറ്റിയാണ് ആവശ്യം? ഏത് മെജോറിറ്റിയാ കുട്ടികളെ? അതും സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി ഇന്ന് PSC പല തവണ ചോദിച്ചിട്ടുള്ള 4 ചോദ്യമാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. പൗരത്വം അവസാനിപ്പിക്കലും പൗരത്വം ഏറ്റെടുക്കലും സംബന്ധിച്ച ഭേദഗതിക്ക് പാർലമെന്റിലെ ലളിതമായ ഭൂരിപക്ഷമാണ് ആവശ്യം. മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി. DPSP നിർദ്ദേശ തത്വങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി. ആർട്ടിക്കിൾ 368 തന്നെ, അതായത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യണമെങ്കിലും വേണ്ടത് സ്പെഷ്യൽ മെജോറിറ്റി. മനസ്സിലായ കുട്ടികളെ? ഇത് പഠിച്ചിരിക്കുക. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതികളും ആവശ്യമായ ഭൂരിപക്ഷം ഒരു ക്ലാസ് ഞാൻ അത് ഷെയർ ചെയ്ത് തരാം കേട്ടോ, ഒരു കുറച്ചു കാലം മുമ്പ്. അതിൽ ഞാൻ പ്രത്യേകം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സ്റ്റേറ്റ് സപ്പോർട്ട് ഇതിനൊന്നും വേണ്ട, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് സപ്പോർട്ട് വേണ്ട. ഓക്കെ, ഞാൻ അത് ഷെയർ ചെയ്ത് തരാം, നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണ്? ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. കഴിഞ്ഞൊരു ഉത്തരവട്ടെ, എന്തുവാണ് ഡൗട്ട്? സ്റ്റേറ്റ് സപ്പോർട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് സപ്പോർട്ട് വേണ്ട. പ്രിയാമ്പിളിന് സ്പെഷ്യൽ മെജോറിറ്റി, ആമുഖം സ്പെഷ്യൽ മെജോറിറ്റി ആണ് കേട്ടോ. ഓക്കെ, പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം സ്പെഷ്യൽ മെജോറിറ്റി. ഓക്കെ, GST ഒക്കെ കൊണ്ടുവന്നത് സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സ്റ്റേറ്റ്സിന്റെയും അംഗീകാരവും കേട്ടോ. Which of the following arguments is not correct about the amendment of Indian Constitution? There is no provision for a special body like a Constitutional Convention or Constitutional Assembly for amending. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. അത് പലർക്കും വായിച്ചിട്ട് മനസ്സിലായി കാണത്തില്ല. കുഴപ്പമില്ലാതെ കിടന്നോട്ടെ. The power to initiate an amendment to the Constitution lies with the Parliament except in one case, that is creation and abolition of legislative councils in the states. അതായത് ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുന്നതും നിർത്തലാക്കുന്നതും ചെയ്യുന്നത്. അതായത് ആ രണ്ടാമത്തെ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നു കാണും കേട്ടോ. അതായത് ഈ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ ഭരണഘടനാ ഭേദഗതികൾ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള the power to initiate an amendment to the constitutional lies with the parliament except in one case. അതായത് ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദ സ്റ്റേറ്റ്സ്. നിങ്ങൾക്ക് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അല്ലെങ്കിൽ നിയമസമിതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ കുട്ടികളെ? നിയമസമിതി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ നിയമസമിതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് നിയമസമിതി ഉള്ളത്? KT അമ്പു നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. KT അമ്പൂനാണ് എന്തുള്ള കുട്ടികളെ? KT അമ്പൂനാണ് നിയമസമിതി ഉള്ളത്. KT അമ്പൂന് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാ? കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് അല്ലേ? കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അമെൻമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആരംഭിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്.
ഏത് കാര്യത്തിൽ ഒഴിച്ചു കുട്ടികളെ? ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ എന്താ കുട്ടികളെ ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ ഈ പറയുന്ന നിർത്തലാക്കുന്നതിനോ? എടാ, അതൊരു സംസ്ഥാനത്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഒരു സംസ്ഥാനം ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? ആ ഒരു കാര്യം മാത്രം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലാണ്. ആ ഒരു കാര്യം മാത്രം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലാണ്. അതായത് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കണം അല്ലെങ്കിൽ രൂപീകരിക്കണം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമുക്ക് നിർത്തലാക്കണം, ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കി ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പാർലമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണ്. അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദ ടൈം ഫ്രെയിം വിത്തിൻ വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷുഡ് റെറ്റിഫൈ ഓർ റിജക്ട് ആൻ അമെൻമെന്റ് സബ്മിറ്റഡ് ടു ദം. അതായത് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കാനോ ചെയ്യാൻ. അതായത് ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യുന്നില്ല കുട്ടികളെ, നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതും പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടോ? ഭരണഘടനാ ഭേദഗതികൾ ഇത്ര സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ട കേസാണെങ്കിൽ അവർ അംഗീകരിക്കേണ്ട സമയം നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം പലർക്കും ഡൗട്ടാണ്. അവിടെ നിന്നോട്ട്. അടുത്ത, there is a provision for holding a joint sitting of both the House of Parliament if there is a deadlock over the passage of a constitutional amendment bill. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? ഇത് പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ട് കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റത്തില്ല. അത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ കുട്ടികളെ? ഒന്ന്, നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്. രണ്ട് മണി ബില്ല്. ഈ രണ്ട് കാര്യങ്ങളിലും ആർട്ടിക്കിൾ 108 പ്രകാരമുള്ള ജോയിന്റ് സിറ്റിംഗ് വിളിക്കുവാൻ കഴിയില്ല. ആർട്ടിക്കിൾ 108 പ്രകാരമുള്ള ജോയിന്റ് സിറ്റിംഗ് ഭരണഘടനാ ഭേദഗതി ബില്ലിലും അതുപോലെ തന്നെ ഏതിലും മണി ബില്ലിലും വിളിക്കുവാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ വിളിക്കുവാൻ കഴിയുമെന്നാ പറയുന്നത്. ജോയിന്റ് സിറ്റിംഗ് നടത്തുവാൻ കഴിയുമെന്നാ പറയുന്നത്. അപ്പൊ അത് തെറ്റല്ലേടാ കുട്ടികളെ? നമുക്ക് വേണ്ടത് ശരിയല്ലാത്തത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായ? ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതി ഇനിഷ്യേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അത് നിർത്തലാക്കുന്നതിനോ പാർലമെന്റ് അല്ലടാ കുട്ടികൾ. അതായത് ഇപ്പൊ കേരളത്തിന് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കണം. നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടോ? നമുക്ക് കേരളത്തിന് ഉണ്ടോ? നമുക്ക് നിയമസഭ മാത്രമല്ലേ ഉള്ളൂ. നമുക്കൊരു നിയമസമിതി കൂടെ ആരംഭിക്കണമെന്ന് വിചാരിക്കുക. അത് ഇനിഷ്യേറ്റ് എടുക്കേണ്ടത് ആരാണ് കുട്ടികളെ? അത് നമ്മളല്ലേ ആദ്യം പാസ്സാക്കേണ്ടേ? സംസ്ഥാനമല്ലേ ആദ്യം പാസ്സാക്കേണ്ടേ? അതിനുശേഷമല്ലേ പാർലമെന്റിൽ പോയി പാസ്സാക്കേണ്ടത്? അപ്പൊ ആ കാര്യം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് സംസ്ഥാനങ്ങളാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആർക്കാണ് കുട്ടികളെ? നമ്മൾ ഒരു അമെൻമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു ഭരണഘടനാ ഭേദഗതി അത് ചെയ്യാനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കാനും നിരസിക്കാനുള്ള സമയപരിധിയും എന്ത് ചെയ്തിട്ടില്ല? നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. ശരി, ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഉത്തരം കമന്റ് ചെയ്തേ. വലിയ പാടൊന്നുമില്ല. ദ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആർ ഡിറ്റർമിൻഡ് ബൈ. അതായത് അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഇതൊക്കെ പലതവണ PSC 10th ലെവലിൽ തന്നെ ചോദിച്ചു അടുത്ത ചോദ്യങ്ങളാണ്.
അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിശ്ചയിക്കുന്നത് ആരെന്ന് കേട്ടാൽ അത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ് ആണ് അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ്ഗാർഡ്സ് ടു സിവിൽ സർവൻസ് ആർ എൻഷ്വേർഡ് ബൈ, അതായത് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുക. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്നാണ്. ആർട്ടിക്കിൾ 311ലാണ് ഈ പറയുന്ന സിവിൽ സർവീസുകാർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സുരക്ഷ നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ ഇനി ഒരു സർവീസിൽ നിന്ന് നമ്മൾ രാജിവെക്കണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും രാജിവെച്ച് പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമുക്ക് പെട്ടെന്നൊന്നും റിസൈൻ ചെയ്തിറങ്ങാൻ പറ്റത്തില്ല. അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത്, അതിൽ നമുക്ക് ആർക്കെങ്കിലും നമ്മളെ പ്രഷർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ജോലി പോലും ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് ഒരു സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം ചില ആൾക്കാരെ പറയും അവനെ പുറത്താക്കണം, ഡിസ്മിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജോലിയിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഗവൺമെന്റിന് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സുരക്ഷ എന്നൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഏതെന്നറിയാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സുരക്ഷ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഏത് കാര്യത്തിലാണ്? അത് പലപ്പോഴും നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത് 355ലാണ്. 355ലാണ് അല്ലേ? 355ലാണ്. ഓക്കെ, 355ലാണ്. നമ്മളത് പഠിക്കുന്നുണ്ട്. അത് എപ്പോഴെന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ ഏതൊക്കെ റീസൺ കൊണ്ടുള്ള ദേശീയ അടിയന്തരാവസ്ഥ കുട്ടികളെ? ദേശീയ അടിയന്തരാവസ്ഥയുടെ റീസൺസ് ഏതൊക്കെയാ? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ 3 കാരണങ്ങൾ. 1 യുദ്ധം, വാറ്. 2 പുറത്തു നിന്നുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഡ് റിബല്യൻ അല്ലെങ്കിൽ സായുധ വിപ്ലവം അല്ലേ? സായുധ വിപ്ലവം. ഈ 3 റീസൺസ് കൊണ്ടാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് കുട്ടികളെ? നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, അതുപോലെ തന്നെ സായുധ വിപ്ലവം. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ യുദ്ധം കാരണമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കാരണമോ ഒരു ദേശീയ അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു ദേശീയ അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർട്ടിക്കിൾ 355 പ്രകാരം ആരിലേക്ക് പോകുന്നു? സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള റീസൺസ് 3 യുദ്ധവും പുറത്തു നിന്നുള്ള കടന്നുകയറ്റവും സായുധ വിപ്ലവവും. 3 കാരണങ്ങൾ. ഈ 3 കാരണങ്ങളിൽ യുദ്ധം കൊണ്ടോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കൊണ്ടോ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 355 പ്രകാരം സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? സെൻട്രൽ ഗവൺമെന്റിന്. ആർട്ടിക്കിൾ 311 പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നു. ആ 311ഉം 355ഉം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ 2 ആർട്ടിക്കിൾസ് PSC പലപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഈ സായുധ വിപ്ലവം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കാണുക ഈ സായുധ വിപ്ലവവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. ആംഡ് റിബല്യൻ അല്ലെങ്കിൽ സായുധ വിപ്ലവം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പലപ്പോഴും വരാറുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ആർക്ക് പറയാം? അതായത് മുമ്പ്
അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 റീസൺസ്. ഒന്ന് യുദ്ധം, 2 പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, മൂന്നാമത്തത് സായുധ വിപ്ലവമല്ലായിരുന്നു, ആംഡ് റിബല്യൻ അല്ലായിരുന്നു, ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥതയായിരുന്നു, അല്ലെ? ആഭ്യന്തര അസ്വസ്ഥത, അസ്വസ്ഥതയായിരുന്നു. കിട്ടിയില്ലേ? ആ ആഭ്യന്തര അസ്വസ്ഥത ചൂണ്ടിക്കാണിച്ച് ഒരു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടോ കുട്ടികളെ? ഞാൻ ചോദിക്കുകയാണെ, അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ടോ? ഏത് അടിയന്തരാവസ്ഥയാ? 75-ലെ അടിയന്തരാവസ്ഥ, 1975-ലെ, അതായത് 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര അസ്വസ്ഥത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലേ? ഇന്റേണൽ ഡിസ്റ്റർബൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആണ്. അതിനുശേഷം 77-ൽ എന്ത് സംഭവിച്ചു? 77-ല് എന്താണ് സംഭവിച്ചത്? 77-ൽ എന്താ സംഭവിച്ചത് കുട്ടികളെ? 77-ല് നിർത്തലാക്കിയല്ല, 77-ല് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അതല്ല. ഓക്കെ, 77-ല് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പുറത്താവുകയും ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു, അല്ലെ? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. ആ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തൊരു കാര്യമാണ് 44-ാം ഭേദഗതി. 1978-ലെ 44-ാം ഭേദഗതി നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതി ഏതെന്ന്. അത് 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതിയിലാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ മാറ്റം വരുത്തിയത്. ഇനി ഇവിടെ ആഭ്യന്തര അസ്വസ്ഥത അല്ലെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ ചൊറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഇനി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണ്ട. ഇനി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ഇവിടെ സായുധ വിപ്ലവം വേണം, ആംഡ് റിബല്യൻ വേണം. അതായത് ആ വാക്കെടുത്ത് മാറ്റി. ഏത് വാക്കെടുത്ത് മാറ്റി കുട്ടികളെ? ആഭ്യന്തര അസ്വസ്ഥത എന്ന് മാറ്റിയിട്ട് എന്തായി കുട്ടികളെ? ഈ പറയുന്ന സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റിബല്യൻ എന്നാക്കി. അത് ഏത് ഭേദഗതിയിലെന്ന് കേട്ട് കഴിഞ്ഞാൽ 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയത്, ക്യാബിനറ്റ് എന്ന പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്, ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചോദിക്കും. ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയത് 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതിയാണ്. ഇതൊക്കെ റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയത് 44-ാം ഭേദഗതിയിലാണ്. ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് കണ്ട ഉടനെ പോയി ഏത് എഴുതി വെക്കരുത്? സിവിൽ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് കണ്ട ഉടനെ പോയിട്ട് 312 എഴുതി വെക്കരുത്. ഓക്കെ, 312 പോയി എഴുതി വെക്കരുത് കേട്ടോ. 312 ഒരു പണി കിടപ്പുണ്ടേ. നമ്മളത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള. ആർക്ക് പറയാം? 312 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ കുട്ടികളെ. 312 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മൾ പലതവണ ആ പണി കണ്ടിട്ടുള്ളതാണ്. 312 എന്തൊക്കെയാ ഉള്ളത്? 312 എന്തൊക്കെയാ ഉള്ളത്? അതായത് കുട്ടികളെ 312 എന്താണ് ഉള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് 312 പറയുന്നുണ്ട് കേട്ടോ. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച്, അതായത് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് 312 പറയുന്നുണ്ട്. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോഴേ അതിൽ വരുന്നത് നമ്മുടെ ഈ IAS, IPS, അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ എടാ പിള്ളേരെ, നിങ്ങൾ നോക്കിയാണ് ഈ പറയുന്ന ഈ പോസ്റ്റുകളുടെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന പോസ്റ്റുകളുടെ പ്രത്യേകത എന്താണ് കുട്ടികളെ? ഈ പറയുന്ന പോസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ദേശീയ തലത്തിലല്ലേ സെലക്ട് ചെയ്യുന്നേ? ദേശീയ തലത്തിലാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? ദേശീയ തലത്തിലാണ് സെലക്ട് ചെയ്യണത്. പക്ഷെ ഇവർക്ക് പോസ്റ്റിംഗ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ മാത്രമാണോ പോസ്റ്റിംഗ് വരുന്നത്? ആണോ?
അല്ല, ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിലും എന്ത് ചെയ്യും, പോസ്റ്റിംഗ് വരും അല്ലേ? ഇപ്പൊ IAS IPS നമ്മുടെ നാട്ടിലും ഉണ്ട്, അതായത് സ്റ്റേറ്റിലുമുണ്ട് സെൻട്രലിലുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് ഒരു അധികാരം, അല്ലെങ്കിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു അധികാരം ഈ ആർട്ടിക്കിൾ 312 ആർക്കെങ്കിലും വേണ്ടേ? വേണ്ടേ കുട്ടികളെ? വേണം, വേണം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് പറഞ്ഞേ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആരാണ്? പാർലമെന്റിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആരാണ് കുട്ടികളെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആരാണ്? രാജ്യസഭയാണല്ലേ, രാജ്യസഭയാണ്. അപ്പൊ ഈ അഖിലേന്ത്യാ സർവീസുകളുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ടോ? പ്രത്യേക അധികാരമുണ്ടോ? അഖിലേന്ത്യാ സർവീസുകളുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ടോ കുട്ടികളെ? രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാ പറയുന്നേ? അഖിലേന്ത്യാ സർവീസുകളുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരം പറയുന്നത് 312 ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് മാത്രമല്ല, 10th ലെവലിൽ ചോദിച്ചിട്ടുണ്ട്, പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്, പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ 312 രണ്ട് കാര്യങ്ങൾ, ഒന്ന് അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് രാജ്യസഭയ്ക്ക് അഖിലേന്ത്യാ സർവീസുകളിൽ പ്രത്യേക അധികാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനും പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാനും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ആയിട്ടുള്ള രാജ്യസഭയ്ക്ക് അധികാരമുണ്ട് എന്ന് ഏതിൽ പറയുന്നു? ആർട്ടിക്കിൾ 312 പറയുന്നു. മനസ്സിലായ കുട്ടികളെ? മനസ്സിലായല്ലോ? കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. ഇനി 315 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടാ. 315 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ നിങ്ങള്. PSC ഞാൻ ചോദിക്കട്ടെ, UPSC അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും UPSCയും സ്റ്റേറ്റ് PSC മാത്രമാണോ 315 പറയുന്നത്? UPSCയും സ്റ്റേറ്റ് PSC മാത്രമാണോ 315 പറയുന്നത്? ആണോ? പിന്നെ എന്താ പറയുന്നത് കുട്ടികളെ? JPSC ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ JPSCയെ കുറിച്ചും പറയുന്നുണ്ട്. മനസ്സിലായോ കുട്ടികളെ? എന്തുവായി ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്? കുട്ടികളെ, രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു PSC രൂപീകരിക്കാം. എന്ത് ചെയ്യാൻ കുട്ടികളെ? രൂപീകരിക്കാം. ഈ ആർട്ടിക്കിൾ 315 എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാവേ. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം. രണ്ട്, സംസ്ഥാനങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം. മൂന്നാമത്തെ JPSC അതായത് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം. അതിന് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എടാ, UPSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞേ. UPSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞേ. പറ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യം, പെട്ടെന്ന് പറ. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സ്റ്റേറ്റ് PSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞേ. സ്റ്റേറ്റ് PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സ്റ്റേറ്റ് PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അങ്ങനെയെങ്കിൽ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എങ്ങനെയാണ്? അതും 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സിട സംസ്ഥാനങ്ങള്, രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് JPSC രൂപീകരിക്കാമെന്നല്ലേ പറഞ്ഞത്. അപ്പം സംസ്ഥാന PSCയിലെ കാലാവധി തന്നെയാണ് അവർക്കും വരുന്നത്. ഈ 3 കാലാവധികളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളെ, ഏതൊക്കെയാ പറഞ്ഞതെന്ന് കേട്ട് കഴിഞ്ഞാൽ നോക്കിക്കോ. UPSC ആണെങ്കിൽ 665. ഓക്കെ. ഇനി സ്റ്റേറ്റ് PSC ആണെങ്കിൽ 662. JPSC അല്ലെങ്കിൽ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും 662. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു സെക്കൻഡ് നിഖിലേ, അഡ്വൈസ് ആയ ജോലിക്ക് കയറുകയും ചെയ്താ? ഓക്കെ. എടാ, ഞാനേ ക്ലാസ്സിൽ ഞാൻ ഒരു 2 മിനിറ്റ് അങ്ങോട്ട് വിളിക്കാമേ. ഇപ്പോൾ വിളിക്കാം. ഓക്കെ, വിളിക്കാം.
ആ ക്ലിയർ ആണ് കുട്ടികളെ? ഇവിടെ 8 മണിയായ ശരി. അപ്പം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ ഈ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും നന്നായി പഠിച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു, ഇന്നിപ്പോൾ ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിരിക്കുക. ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കും ഞാൻ 400 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. സെക്കൻഡറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പ് 400 ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് പ്രീവിയസും മോഡലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 400 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ ആണല്ലോ? കൃത്യമായി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും കേട്ടോ. നിങ്ങളുടെ പരീക്ഷാ പഠനത്തിൽ നിങ്ങളത് യൂസ്ഫുൾ ആകും. സോ എനിക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാനുണ്ട്. ഇന്ന് സമയമില്ല, അടുത്ത ക്ലാസ്സിന് സമയമായി. ഓക്കെ, അപ്പം നമുക്ക് നാളെ ഇരിക്കാം.